ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്നു വന്നിരുന്ന പുസ്തകോത്സവം സമാപിച്ചു. ഈ മാസം 28-നായിരുന്നു പുസ്തകോത്സവത്തിന് തുടക്കം കുറിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നിരവധിയായ പുസ്തക പ്രേമികളും വായനയെ സ്നേഹിക്കുന്നവരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായതായി സംഘാടകർ പറഞ്ഞു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിരുന്ന ഇ.ജി. സത്യൻ നഗറിലായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം നടന്നത്. അഡ്വക്കേറ്റ് എ. രാജ MLA ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പുസ്തകോത്സവത്തിന് ഈ മാസം 28-ന് തുടക്കം കുറിച്ചത്. പുസ്തകോത്സവത്തിന് ഇന്നലെ സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന പുസ്തകോത്സവത്തിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നിരവധിയായ പുസ്തക പ്രേമികളും വായനയെ സ്നേഹിക്കുന്നവരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായതായി സംഘാടകർ പറഞ്ഞു. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 ദിവസമായി അടിമാലിയിൽ നടന്നു വന്ന പുസ്തക മേള സമാപിക്കുകയാണ്. വലിയ പ്രതികൂല കാലാവസ്ഥയാണ് 3 ദിവസമായി ഉണ്ടായിരുന്നതെങ്കിലും ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് 276 ലൈബ്രറികൾ ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുത്ത പുസ്തകങ്ങൾ ലൈബ്രറികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 60-ലധികം സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിച്ചത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ എഴുത്തുവഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നിരുന്നു. കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളുടെ പ്രകാശനവും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു. സാഹിത്യ ക്വിസും കലാസന്ധിയും പുസ്തകോത്സവത്തെ ചലനാത്മകമാക്കി. ജില്ലയിലെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി. 250-ലധികം ലൈബ്രറികളുടെ സഹകരണം പുസ്തകോത്സവത്തിന് ലഭിച്ചു. 60-ലധികം സ്റ്റാളുകൾ ക്രമീകരിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുസ്തക പ്രസാധകരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, അടിമാലി.